കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ അവസാനത്തെ വിദേശ സൈനിങ് പൂർത്തിയാക്കിയല്ലോ. സ്പെയിനിൽ നിന്നുള്ള യുവാൻ റോഡ്രിഗസിനെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത്. സെന്റർ ബാക്കാണ് താരം. മിഡ്ഫീൽഡറായിട്ടും താരം കളിക്കും. 30 വയസ്സാണ് താരത്തിന്റെ പ്രായം. യുവാൻ റോഡ്രിഗസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ എല്ലാവർക്കും താല്പര്യം കാണും. CD ലൂഗോയിൽ നിന്നുമാണ് താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ബാക്കി പൊസിഷനിൽ നിന്നുമുള്ള ഒരു കമാൻഡിംഗ് പ്രസൻസ്, പ്രതിരോധത്തിലെ സ്ട്രെങ്ത്, ഏരിയൽ ബോളുകളിലെ സ്ട്രെങ്ത്, അനായാസം പന്ത് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രത്യേകതകളാണ്. 2024-25 സീസണിൽ, അതായത് കഴിഞ്ഞ സീസണിൽ CD ലോഗോയ്ക്ക് വേണ്ടി മികച്ച പ്രകടനമാണ് അദ്ദേഹം പുറത്തെടുത്തത്. അവരുടെ ഏറ്റവും പ്രധാന താരങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. 200-ലധികം മത്സരങ്ങൾ താരം കളിച്ചിട്ടുണ്ട്. കളിച്ച ലീഗുകളിലൊക്കെ സ്ഥിരതയാർന്ന പ്രകടനം നടത്താനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ കരിയർ എടുത്തൊന്ന് നോക്കുകയാണെങ്കിൽ, റേസിംഗ് ഫെറോളിലാണ് യൂത്ത് കരിയർ ചെലവഴിച്ചത്. പിന്നീട് അവരുടെ സീനിയർ ടീമിലും കളിച്ചു. തുടർന്ന് സ്പെയിനിലെ വിവിധ ക്ലബ്ബുകളായ ഗലീസിയ മുഗർദോസ്, അറോസ, സോമോസസ്, സ്പോർട്ടിംഗ് ബി, സ്പോർട്ടിംഗ് ഗിയോൺ, ജിംനസ്റ്റിക്, സാൻ ഫെർണാൻഡോ, അമോറെബിറ്റ, അൽഗസിയാസ് എന്നിങ്ങനെ ക്ലബ്ബുകളിൽ കളിച്ചതിന് ശേഷമാണ് ലൂഗോയിൽ എത്തുന്നത്. 200-ലധികം മത്സരങ്ങൾ കളിച്ച അദ്ദേഹം 8 ഗോളുകളും 4 അസിസ്റ്റുകളും നേടിയിട്ടുണ്ട്. ലാലിഗ, ലാലിഗ 2, പ്രീമിയർ ഫെഡറേഷൻ എന്നിവയിലൊക്കെ കളിച്ച അനുഭവ സമ്പത്തുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ്, ടാക്ടിക്കൽ ഡിസിപ്ലിൻ, സമ്മർദ്ദഘട്ടങ്ങളിലെ ആ ഒരു ശാന്തത, ഇതൊക്കെ ബ്ലാസ്റ്റേഴ്സിന് ഒരു മുതൽക്കൂട്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പോയ മിലോസ് ഡ്രിൻസിച്ചിന് പകരക്കാരനായി എത്തുന്ന യുവാൻ പെഡ്രോ എന്ന സെൻട്രൽ ബാക്ക് ഇവിടെ മികച്ച പ്രകടനം തന്നെ നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.